8ാം കേന്ദ്ര ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം, പെൻഷൻ, വിവിധ അലവൻസുകൾ എന്നിവയിൽ വരുന്ന മാറ്റങ്ങളെയാണ് ഇന്ന് ഏവരും ഉറ്റുനോക്കുന്നത്. ഓഗസ്റ്റിലെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും കമ്മീഷൻ തുടർ നടപടികളിൽ കൂടുതൽ വ്യക്തത വരുത്തുക. രാജ്യത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഇന്ന് 8ാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 65 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കുമാണ് 8ാം ശമ്പള കമ്മീഷൻ ഒരുപോലെ പ്രയോജനപ്പെടുന്നത്. 2016 ജനുവരി 1-നാണ് 7ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നത്. 10 വർഷത്തിലൊരിക്കലാണ് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാറുള്ളത്. ഇതുപ്രകാരം അടുത്ത ശമ്പള പരിഷ്കരണം 2026 ജനുവരി മുതൽ നടപ്പിലാക്കേണ്ടതാണ്. നിലവിൽ ശമ്പള വർധനവ്, അലവൻസുകൾ, ശമ്പള ഘടന എന്നിവ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ജീവനക്കാരുടെ സംഘടനകളും യൂണിയനുകളും തങ്ങളുടെ ആവശ്യങ്ങൾ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. വീട്ടുവാടക അലവൻസുകളിലെ വർധനമാണ് ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആവശ്യങ്ങൾ നിശ്ചയിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ സംഘടനകളുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഓഗസ്റ്റിൽ ഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിവിധ ജീവനക്കാരുടെ സംഘടനകൾ സമർപ്പിച്ച ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഈ യോഗങ്ങളിൽ വിശദമായി പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കുറഞ്ഞ അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കൽ, ഫിറ്റ്മെന്റ് ഫാക്ടർ, ഹൗസ് റെന്റ് അലവൻസ്, പെൻഷൻ പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. വീട്ടുവാടക അലവൻസിന് പുറമെ അടിസ്ഥാന ശമ്പളം 69,000 രൂപയാക്കുക, ലളിതമായ ശമ്പള ഘടന, വാർഷിക ഇൻക്രിമെന്റ് 3% നിന്ന് 6% ഏകീകൃത ശമ്പള സ്കെയിലുകൾ എന്നീ ആവശ്യങ്ങളും ശമ്പള കമ്മീഷന് മുൻപാകെ എത്തിയിട്ടുണ്ട്. അതേസമയം ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്ന എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ അംഗീകരിച്ചുവെന്നോ ശമ്പള വർധന സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തുവെന്നോ ഉള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഓഗസ്റ്റിലെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും തുടർ നടപടികളിലും ശുപാർശകളിലും കൂടുതൽ വ്യക്തത വരിക. അതേസമയം മുൻകാല കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ ഏറ്റവും നേരത്തെ റിപ്പോർട്ട് ലഭിക്കുക 2027 ഫെബ്രുവരിയിലായിരിക്കും. കൂടാതെ മുൻകാല പ്രവണതകളെ അടിസ്ഥാനമാക്കി ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ വന്നുകഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ 2 മുതൽ 3 വർഷം വരെ എടുത്തേക്കാം. അതായത് 2027 പ്രഖ്യാപിച്ച വർധനവ് 2029 അല്ലെങ്കിൽ 2030 മാത്രമേ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.